പൊന്നു കോമഡി സൈറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ഇത്ര സെറ്റപ്പ് ഉണ്ടത് എങ്ങനെ തോന്നി? പോലും ഇഷ്ടപ്പെട്ടാണ്. ഫ്രണ്ട് വ്യൂ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, നമ്മളിവിടെ താമസം ഉണ്ടായിരുന്നു. താഴെ നല്ല ഫുള്ള് ഈ അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത നമ്മൾ തീർത്ത് കൊടുത്തതാണ്. സിറ്റ് ഔട്ടിൽ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹേ ഗൈസ്, യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മാന്നാറാണ്. മാന്നാർ ഏകദേശം 4 സെന്റ് നിർമ്മിച്ച അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷന്റെ പേജ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാമൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളിത് 2 ഘട്ടമായിട്ടാണ് നമ്മൾ വീട് പണിഞ്ഞത്. ഏകദേശം ഒരു 6 മാസം മുമ്പ് നമ്മൾ താഴത്തെ നിലയുടെ പാലുകാച്ചി കഴിഞ്ഞതാണ്. എന്നിട്ടാണ് അവർ നേരെ മേളിലോട്ടുള്ള വർക്ക് നമ്മൾ തുടങ്ങിയത്. അവിടെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ മേളിലോട്ട് പണിഞ്ഞത്. എന്നിട്ട് മൊത്തം പൂർത്തീകരിച്ചിട്ട് വീഡിയോ ഇടാന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ നിന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത് ഫ്രണ്ട് വ്യൂ എങ്ങനെയുണ്ടെന്ന്. സിറ്റ് ഔട്ടിൽ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീലിന്റെ കട്ടലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാലുമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ 4x2 ടൈൽ എന്ന് പറഞ്ഞ് വൈറ്റ് ഗ്ലോസി ടൈപ്പ് ടൈലാണ് 4x2 യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ടൈൽ തന്നെയാണ് ഹാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. പൊന്നു കോമഡി സൈറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ഇത്ര സെറ്റപ്പ് ഉണ്ടത് എങ്ങനെ തോന്നി? പോലും ഇഷ്ടപ്പെട്ടാണ്. ഫ്രണ്ട് വ്യൂ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വീതി കുറഞ്ഞ വസ്തുവാണ്, നീളത്തിലാണ് കിടക്കുന്നത്. അതിന്റെ അനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പെയിന്റിങ്ങിൽ ഒരു ഡിസൈൻ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെയർ സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മേളിലായിട്ട് നമ്മൾ പൂവരശിന്റെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ താഴെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ആണ് ഉള്ളത്. നമുക്ക് നേരെ അത് കാണാം. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നമ്മുടെ 2 വലയുടെ ജനലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ചും ബെഡ് കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ നമ്മൾ 2 സെറ്റും ബൾബുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ബെഡ്റൂമിന്റെ കാഴ്ചകൾ. പിന്നെ ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 10x9 ആണ്. അത് നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ പറയാം, നമ്മളിവിടെ താമസം ഉണ്ടായിരുന്നു. താഴെ നല്ല ഫുള്ള് ഈ അച്ഛനും അമ്മയ്ക്കും വയ്യാത്ത നമ്മൾ തീർത്ത് കൊടുത്തതാണ്. ഒരു പാചകവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നേരെ കിച്ചണിന്റെ വിശേഷങ്ങളോട്ട് പോകാം. കിച്ചണിൽ നമ്മൾ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കബോർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റും റൂബി പിങ്കും കളറാണ് നമ്മൾ കബോർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീതി കുറഞ്ഞ ഒരു വസ്തുവാണ്. അതിന് അവർക്ക് ഉതകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കിച്ചണാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ഒരു വർക്കിയുടെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ പറ്റാത്ത വർക്ക് നടക്കുന്നതുകൊണ്ടാണ്, തീർന്നിട്ടില്ല. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. പിന്നെ കിച്ചൺ ചെറുതാണെന്ന് പലരും പറയും. പക്ഷെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ വസ്തുവിന് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ഒരു വസ്തുവിൽ കിച്ചൺ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നേരെ മേളത്തെ വിശേഷങ്ങളിലോട്ട് പോകാം. നമ്മൾ നേരെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ടൈപ്പ് ടൈലാണ്, ഒരു ഐവറി ഷെയ്ഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 ടൈല് തന്നെയാണ്. പിന്നെ ഇവിടെ 2 പാളിയുടെ ജനല് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ നല്ലൊരു പെയിന്റിങ്ങിൽ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ സൈഡിലും എല്ലാം നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ പറയാൻ മറന്നുപോയ കാര്യമാണ്, നമ്മൾ വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഹാളിൽ നിന്ന് വരുന്ന ഒരു ബെഡ്റൂമാണ്. നമ്മൾ ടോട്ടൽ 3 ബെഡ്റൂമാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ താഴത്തെ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ബ്ലൂ ഷെയ്ഡിൽ ഒരു കോർണർ ടു കോർണർ കൊടുത്തൊരു ചെറിയ ഡിസൈനാണ് നമ്മൾ ഈ റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് 2 പാളിയുടെ വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 8x8 ആണ്. ചെറിയൊരു ബെഡ്റൂമാണ് നമ്മുടെ ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ വന്നിരിക്കുന്ന 3ാമത്തെ ബെഡ്റൂമിലോട്ടാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 10x9 ആണ്. ഇതിനകത്തൊരു പിങ്ക് കളറിലെ ഡിസൈൻ അങ്ങനെ ഉണ്ട്. നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് AC-യുടെ പോയിന്റ്, AC-യുടെ നമ്മളത് സോക്കറ്റ് വെക്കാനുണ്ട്. AC-യുടെ പോയിന്റ് അതുപോലെ തന്നെ ബെഡ് കൺട്രോളും കാര്യങ്ങളെല്ലാം നമ്മുടെ ബെഡ്റൂമിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ സെയിം ഒരു ഐവറി ഷെയ്ഡിലുള്ള ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 2 പാളിയുടെ 2 വിൻഡോസ് നമ്മളിവിടെ
കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ബാത്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് 2 ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. രണ്ടും സെയിം ഡിസൈൻ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരു ബാത്റൂം മാത്രമായിട്ട് കാണിക്കുന്നത്. ഇതിനകത്ത് ഷവർ, അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ജോൺസന്റെ ക്ലോസറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് നമ്മുടെ ടൈലിന്റെ ഡിസൈൻ ഒരു കാണാൻ ഒരു എലഗന്റ് ആയിട്ടുണ്ട്. പിന്നെ അഡിക്വേറ്റ് ആണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈല്. അതെ, നമ്മൾ ഫ്ലോർ മാറ്റ് ഫിനിഷ് 2x2 മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിലും 4x2 ടൈല് വാളിലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.